നല്ല അടിപൊളി കാലാവസ്ഥ അല്ലേ? അതെ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്നലെ വന്ന് താമസിച്ചത് ഇതിനകത്തായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടവർക്ക് അറിയാം. യെസ്. അപ്പം നമ്മൾ വെയിൽസിലോട്ട് ഒരു 2 ദിവസത്തെ സ്റ്റേക്കേഷന് വന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോഡ്. അപ്പം നമ്മളിവിടെ ഇപ്പം ഫസ്റ്റ് നൈറ്റ് ആയി നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ല വെതറാണ് കേട്ടോ. ആൽക്കഹോളിക് വെതർ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു വെതർ അല്ലേ? അപ്പൊ ഇനി 2 ദിവസം ഞങ്ങൾ താമസിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പോഡിനകത്താണ്. ഒരു ലക്ഷറി പോഡ് സ്റ്റേ ആണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ നമുക്കൊരു എന്താ പറയാ ജക്കൂസി വന്നിട്ടുണ്ട്. ഹോട്ട് ടബ് നമുക്ക് നല്ല ചൂട് വെള്ളം കേട്ടോ. ഒരു 30-38 ഡിഗ്രി ഉണ്ട് ഇപ്പം നിലവിൽ. ഇവിടെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഈ ഫാമിലി ഡോഗ് ആട്ടോ. അത് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു സുഹൃത്തായിട്ട് ഇവിടെ കൂട്ടാം. അപ്പൊ എന്താ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ആയിരിക്കാം ഇങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. അകത്തും ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയിരിക്കാന്നല്ല, ക്രിസ്മസ് ആയതുകൊണ്ടാണ് അല്ലേ? ആയതുകൊണ്ടാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അകത്തേക്ക് കയറി പോവാം. ഇതിന്റെ പുറത്തേക്കുള്ള ഒരു വ്യൂ ഇതാട്ടോ. എപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കണ്ടോ, നമ്മളെ ബെഡ് ഇങ്ങനെ നോക്കിയാൽ കാണുന്നത് ഈ ഒരു രസമാണ്. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ഇതിന്റെ ഉൾവശമൊക്കെ ഒന്ന് കയറിയിട്ട് അകം ഒന്ന് കാണാം കേട്ടോ. അമ്മയും അമ്മയൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബെഡ്റൂമിൽ നിന്ന് തുടങ്ങാം. കാരണം എന്റെ ഫേവറേറ്റ് പ്ലേസ് ഇതാണ്. ലൈറ്റ് ഇട്. അപ്പം ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കി കിടക്കാം അല്ലേ? ഭയങ്കര രസമുള്ളൊരു കാര്യം കേട്ടോ. അതേപോലെ തന്നെ ചെറിയൊരു ബെഡാണ്, 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അതേപോലെ ചെറിയൊരു ടി വി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി എല്ലാം ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം നമുക്ക് കേട്ടോ. ഇതിങ്ങനെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. നമ്മളത് ഓപ്പൺ ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതെന്താ ഭയങ്കര ഓപ്പൺ ആണ്. വാർഡ്രോബ് ആണോ ഇതോ? ഇത് ഡോർ ആയിരിക്കണം. അല്ല, വാർഡ്രോബ്. ഈ ഒരു പോഡ് കണ്ടോ എന്ത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ? ഒരു ടൈനി സ്പേസ് ആണെങ്കിൽ ഭയങ്കര ഒരു ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വന്നാലേ മനസ്സിലാവുള്ളൂ. അതെ. പിന്നെ നമുക്ക് ഇതാണ് ഹാള്. ഇതിന്റെ ഹാള് വരുന്നത് ഇവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു 4 പേർക്ക് ഫാമിലിക്ക് വന്നാൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. യൂഷ്വലി പോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ സർക്കിളേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിലാണ് ബെഡും. ഈ ഒരു സിംഗിൾ ഇതായിരുന്നു. ഇതിനകത്ത് പറഞ്ഞാൽ ഫാമിലിക്ക് കൂടെ ഉള്ള സെറ്റപ്പാ. അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും വരുന്നത്. അതിന് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കിച്ചൺ ഉണ്ട്. ഇത് കണ്ടോ, നമുക്ക് കുക്കിംഗ് ഹോബ് ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ ഫ്രിഡ്ജ്, മൈക്രോവേവ്, പിന്നെ അതെല്ലാം യൂട്ടിലിറ്റി നമുക്ക് ഫുഡ് ആക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അല്ല, മിൽക്ക് ഉണ്ട് ഫ്രിഡ്ജില്. ജസ്റ്റ് മിൽക്ക് മാത്രം. നമുക്ക് വേറെ ഒന്നും വേണ്ട. ഓക്കെ. അപ്പം പിന്നെ ഇവിടെയും ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ അത്യാവശ്യ സാധനങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഒരു പോഡ് സ്റ്റേ. ഇത് പലർക്കും കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, അതുകൊണ്ടൊക്കെയാണ് കാണിച്ചത്. എന്ത് ഭംഗിയാ, എന്നെ ഭംഗിയാ കാണാൻ. ഇത് രാത്രി ആവണം ഇതിന്റെ ഭംഗി കാണണമെങ്കിൽ. അതുപോലെ തന്നെ രാവിലെ നല്ല രസമാണ്. ഞങ്ങൾ എന്തായാലും 2 ദിവസം ഉണ്ട്. ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. വന്ന് കയറിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങള് വന്ന് കയറിയപാടെ വീഡിയോ എടുത്താണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളെ സാധനങ്ങൾ അത് ഇതൊക്കെ വെച്ച് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ എടുത്തതാണ്. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മളെ വണ്ടി ഇവിടെ തൊട്ട് മുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ വണ്ടി എടുക്കണം. അല്ല, വണ്ടി അവിടെ വരെ വരത്തുള്ളൂ. വണ്ടി അവിടെ ഇടാൻ പറ്റുള്ളൂ. അവിടെ ഇതൊരു ഫാമാട്ടോ. ഫാമിനകത്ത് അവർ നടത്തുന്ന ഒരു ഫാമിലിയുടെയാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്ന അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. വെയിൽസിലെ ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. പിന്നെന്താ പറയാ, അപ്പൊ ഇത്രയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഇത് പറയാനുള്ളൂ. പിന്നത്തെ നമ്മളെ ഒരു ഫുൾ ഡേ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഡേ വന്നപ്പോൾ എടുത്തു വെച്ച വീഡിയോ ആണ്. ഡ്രസ്സൊക്കെ നാളത്തെ വീഡിയോയിൽ വേറെ ആയിരിക്കും. കാരണം ഇത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ ഒരു ലോഡ് സാധനം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇതൊക്കെ ഇതിനകത്ത് തന്നെ കയറ്റണമല്ലോ. എന്നാ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എല്ലാം എടുത്ത് സെറ്റ് ആക്കിയല്ലോ. ചായ കുടിച്ചിട്ടേ ഡാഡി? അതാ നിന്റെ അല്ല, ഇതാണ് അമ്മേന്റെ. അബി ആണെങ്കിൽ ഇത് ഇവിടെ ബെയിലീസ് അതുപോലെ തന്നെ പ്ലം കേക്ക് ഒക്കെ വെച്ച് ഓരോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പരീക്ഷണം സക്സസ് ആയി അല്ലേ? പക്ഷെ ഇത് ആരും അനുകരിക്കരുത് കേട്ടോ. അപ്പൊ നമ്മളിത് ക്രിസ്മസ് ആയതുകൊണ്ട് ബെയിലീസും കേക്കും വൈനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? എല്ലാം വെച്ചിട്ടുണ്ട്. അത് നമ്മ മുമ്പേ മേടിച്ചിട്ടുള്ളതാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇല്ല, കമന്റ് വന്നാ
ആണോ? ഓക്കെ. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മളത് നോട്ട് ചെയ്തതാണ്. അതെ, വിചാരിതമായിട്ട് നമ്മളത് കണ്ടു, അപ്പൊ തന്നെ തൂക്കി. അതുപോലെ കേക്ക് മുറിച്ച് ഞങ്ങൾക്ക് എന്താ ശരിയാണല്ലോ. പരീക്ഷണമെല്ലാം നടത്തിയിട്ട് പെട്ടി പൂട്ടി എടുത്ത് വെക്കുവാണ്. ചെറിയ പീസ് മതി കേട്ടോ എനിക്ക്. ഇത്രയും വേണം? അത് വെച്ചോ. അമ്മയ്ക്കോ ഇത്ര തന്നെ മതി, അതോ വലുതാണോ? അമ്മ പീസ് കണ്ടില്ല. ആമിയൂട്ടി പ്ലം കേക്ക്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ടബിൽ ഇറങ്ങി എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആമിക്കുട്ടീനെ ഇറക്കി അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോ കയറ്റി. അത് അവൾക്ക് വേണ്ടി ഞങ്ങൾ ടെമ്പറേച്ചർ കുറച്ച് വെച്ചേക്കുവായിരുന്നു. 32 ഡിഗ്രിയിൽ വെച്ചു. പിന്നെ വേറൊരു കാര്യം, ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അത് കാരണം നമ്മളെ കയറ്റി. അതെ, അവിടെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിപ്പുണ്ട്. ബഹളം വെക്കുക കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ. കാണിച്ചു തരാം പുറത്തോട്ടേക്കുള്ള വ്യൂ കണ്ടോ. ഇതിൽ തന്നെ ഇരിപ്പാണ് കേട്ടോ. ആമിക്കുട്ടീനെ എഴുന്നേപ്പിച്ചത് കൊണ്ട് ഞാനും കേറി. അബി ഇപ്പൊ ഇവിടെ നല്ല നല്ല മഴയ്ക്കുള്ള ലക്ഷണം കാണുന്നുണ്ട്. മഴയ്ക്കുള്ള ലക്ഷണം മഴ തൂളുന്നുണ്ട്. ഞാൻ അതിനകത്ത് ഇരിക്കുന്നത് തിരിയാത്തയാണ്. ഇരുന്നാണ് തല നനയാതെ നോക്കിയാ മതി. തൊപ്പി വെച്ചോ എന്താണ് ഇതിനകത്ത് കേറാൻ തോന്നുന്നില്ല, അതാണ് ഒരു പ്രശ്നം അല്ലേ. എന്ത് രസം ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പോട് കാണാന്നറിയോ. അങ്ങനെ ഇതേ ഡാഡിയും മോളും വെള്ളത്തിൽ തന്നെയാണ്. മമ്മി ഇത് അവിടെ ഉണ്ടല്ലോ. സെർച്ച് ചെയ്യുവാണോ? മെർമെയ്ഡ് അല്ലേ, വെള്ളത്തിന്റെ അടിയിൽ കൂടെ വന്ന് സെർച്ച് ചെയ്യും അല്ലേടി? വേണ്ട ഇങ്ങനെ നോക്കിയാ മതി. ഇത് വെള്ളത്തിലൊന്നും മുങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടോ പുള്ളിക്കാരിക്ക്? പിന്നെ ഡാഡി നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോവാ. ഇച്ചിരി മുങ്ങിക്ക, ഇച്ചിരി കൂടെ മുങ്ങിക്ക, പുറം മുങ്ങട്ടെ. തണുക്കും മോന്. പുറം കൂടെ ഒന്ന് പൊക്കി പിടിക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റ്. വെയിൽസിന്റെ ഈ ഒരു വാലിയിലിരുന്ന് ഇങ്ങനെ. ഇനി ഒരു 2 പെഗും കൂടെ അടിച്ചു സെറ്റിൽ അടി വന്നു. അതെ അതെ. അങ്ങനെ ഇതേ ഹോട്ട് ടബിന്ന് കയറി. ഇപ്പൊ ഈവനിങ് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഹലോ, ചപ്പാത്തി ആക്കുവാണോ? കൊള്ളാം. ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങുന്നില്ല പെണ്ണ്. അപ്പൊ ഇച്ചാനെ കഴിക്കണ പെരുപെരി ചിക്കൻ. നല്ല പെരുപെരി ചിക്കൻ കഴിക്കട്ടോ. ഇത് നോക്കിയേ, ഇതൊരു നാന് പോലത്തെ സാധനം കേട്ടോ. ഒരു ബ്രെഡ് ആയത്, ഗാർലിക് ബ്രെഡിന്റെ. ഇത് അടിപൊളിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നാനേക്കാളും നല്ലതാ. പകുതി എടുത്തോ, ഷെയർ ചെയ്തോ. മിന്നുവിന് ഇഷ്ടമായോ അത്? അതല്ല ഇഷ്ടമായി, ഇത് ഇഷ്ടമായി ഒന്ന് ചോദിച്ചത്. വെയില് നീ കുടിച്ചോ? അത് കുടിച്ചോ നോക്കിയേ, എങ്ങനെയുണ്ട്? കൊള്ളാവാ. ഇതേ മമ്മൻ തിന്നെ അവക്കടെ സ്വന്തമായിട്ടുള്ള ചപ്പാത്തി ആക്കുക കേട്ടോ. അപ്പൊ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എനിക്കൊരു ഇഷ്ടം മുറിച്ചിട്ടടി. നല്ല ചൂടോടെ തിന്നണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ്. ഒരു ചിക്കൻ എടുത്ത് ഇങ്ങനെ വെക്കുക, എന്നിട്ടത് ഇങ്ങനെ ആക്കുക, എന്നിട്ട് സൂപ്പർ സാധനം. നൈറ്റ് ഈ പോട് കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയല്ലേ. പിന്നെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതാണ് ലക്ഷറി എന്ന് പറയുന്നത്, ലക്ഷറി പോട്. നമ്മൾ ഇത്ര നേരം ഇതിനകത്ത് കിടന്ന് കളിക്കുമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതിനകത്ത് ഇറങ്ങിയാൽ തിരിച്ച് കയറാൻ തോന്നൂല, അതുപോലെ സുഖം കേട്ടോ. ഇതേ താഴെ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോസി സ്റ്റേ ഏകദേശം എൻഡ് ചെയ്യാറായി കേട്ടോ. അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. അപ്പോഴത്തേക്കും നോക്കി ഒരു ഫുൾ റൗണ്ട് റെയിൻബോ.
നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇന്നും ഇച്ചിരി റെയിനിയാണ് കേട്ടോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ? ഈ ഒരു വ്യൂ, ഈ റെയിൻബോയും ഈ ഒരു പോടും കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളി. സൂര്യൻ ദേ അവിടെ നിന്ന് ഉദിച്ചു വരുന്നുണ്ട്. എന്ത് രസമാ നോക്കിയേ. എന്തോ ഒരു പ്രത്യേക മഴ പെയ്യുന്ന പോലെ അല്ലേ? നല്ല രസമുണ്ട്. പോകണല്ലോ എന്ന് വിചാരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടേ. ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യാൻ തോന്നില്ലേ? അതെ, പക്ഷെ ലീവ് വേണ്ടേ, അതല്ലേ പ്രശ്നം. ആ റെയിൻബോ നോക്കിയേ, നോക്കടേ ആമി. യെല്ലോ ഗ്രീൻ കളർ ബോക്സോ അതിനകത്തുണ്ട്, നോക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇവിടെ ഒരു ഭയങ്കര കാമൻ ക്വയറ്റാണ്. പിന്നെ എന്താ പറയാ, ഭയങ്കര ഒരു കോസി ലുക്ക് അല്ലേ ഇത്, അല്ലേ? ഭയങ്കര മനോഹരട്ടോ. ലക്ഷറി ഇതാണ് അല്ല, ഇവരുടെ ഇതിന്റെ പേര് തന്നെ ലക്ഷറി പോഡെന്നാണ്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു പോഡിൽ കിടക്കുന്നത്. അന്നത്തെ ആ ഒരു പോഡിൽ കിടന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം, ഭയങ്കര രസമുണ്ട്. അതേപോലെ ഹോട്ട് ടബ് ഇന്ന് ഫുള്ളും മുതലാക്കിയിട്ട് ഇന്നലെ ഒരു ഫുൾ ഡേ നമ്മൾ ഇതിനകത്ത്